ഇന്നത്തെ ഞങ്ങളുടെ യാത്ര സീ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി വിഴിഞ്ഞത്തേക്കാണ്. കളിയിക്കാവിള തിരുവനന്തപുരം ബൈപ്പാസ് വഴിയാണ് ഞങ്ങളുടെ ഈ യാത്ര. തണുത്ത കാറ്റും കൊണ്ട് ഹൈവേയിലൂടെയുള്ള യാത്ര പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സീ ഫുഡിൻ്റെ രുചി തേടിയുള്ള ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള യാത്ര ഇന്ന് ആദ്യമായിട്ടല്ല. സീ ഫുഡിൻ്റെ കടകൾക്ക് ഇടയിലൂടെ ഞങ്ങൾ ആദ്യം പോയത് തുറമുഖത്തിൻ്റെ വ്യൂ പോയിൻ്റ് കിട്ടുന്ന സ്ഥലത്തിലേക്കാണ്. വിഴിഞ്ഞം പള്ളിയുടെ സൈഡിലൂടെയാണ് ഈ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് MSCയുടെ ചരക്ക് കപ്പൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി കയറിയ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പാരഡൈസ് ആയിരുന്നു. അവിടെ ലോബ്സ്റ്റർ പോലെയുള്ള വെറൈറ്റി ഫിഷുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്ത് കിട്ടാനുള്ള കാലതാമസം കാരണം അടുത്ത് ഞങ്ങൾ നേരെ പോയത് വളരെ ഫേമസ് ആയിട്ടുള്ള ഉസ്താദ് ഹോട്ടലിലേക്കാണ്. ഉസ്താദ് ഹോട്ടൽ ഒന്ന് മാറ്റി പിടിക്കാം എന്ന് കരുതിയ ഞങ്ങൾ കറങ്ങി വീണ്ടും അവിടെ തന്നെ എത്തി. പാരഡൈസ് ഹോട്ടലിൽ നിന്നും വ്യത്യസ്തമായിട്ട് മസാല പുരട്ടിയ മീനുകളുടെ ശേഖരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു പ്ലേറ്റ് കുറുവല മീനും ഒരു പ്ലേറ്റ് അമൂറും ഒരു പ്ലേറ്റ് അയല ഫുൾ പീസും ഞങ്ങൾ ഓർഡർ ചെയ്തു. ഞങ്ങൾ അവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് രാത്രി 11 മണിക്കാണ്. ഈ 11 മണിക്കിന് നല്ല തിരക്കായിരുന്നു. നമ്മളും ആദ്യം 3 സുലൈമാനി ഓർഡർ ചെയ്തു. സുലൈമാനി കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മീൻ വിഭവങ്ങൾ നമ്മുടെ മേശയിലെത്തി. മീൻ വിഭവങ്ങളെല്ലാം തന്നെ നല്ല ചൂടായിട്ടുള്ള മീനുകളായിരുന്നു. നല്ല ടേസ്റ്റുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള അപ്പവും കോയിൻ പൊറോട്ടയും കൊണ്ടുവന്നു. അപ്പവും കോയിൻ പൊറോട്ടയും നല്ല ചൂടുമായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കഴിച്ചു കഴിഞ്ഞു. നമുക്ക് ആകെ ആയ ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് 715 രൂപയാണ്. 11:30 ആയപ്പോൾ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു. ബാലരാമപുരത്ത് എത്തിയപ്പോൾ തന്നെ റെയിൽവേ ഗേറ്റ് അടച്ചു. ഒരു ചരക്ക് വണ്ടി അതിലെ പാസ് ചെയ്തു പോയി. രാത്രിയുള്ള യാത്ര ഞങ്ങൾ വളരെയധികം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും സമയം 12:15 ആയിരുന്നു. അടുത്ത യാത്രയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ